സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ഉതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിക്കുന്ന ദിവസമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജന്മദിനമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ദുഃഖിക്കുന്ന മനുഷ്യരെ സേവിക്കുന്നതാണ് ഈശ്വരപൂജയെന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനയും കണ്ണീരിൻ്റെ വിലയും നല്ലതുപോലെ അമ്മയ്ക്കറിയാം. പഴയ ശീലം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും മക്കൾ ശ്രമിക്കണം. സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിനും നന്മയ്ക്കുതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിപ്പിക്കണം. അതാണ് ശരിയായ ജന്മദിനം. അങ്ങനെ നന്മയുടെ നമ്മൾ അനവധി പുതുജന്മങ്ങളെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നന്മമനങ്ങൾ ഉള്ളിൽ പൂടുമ്പോൾ നിറവും മണവും എല്ലായിടവും പരക്കും. അത് നമുക്ക് മറ്റുള്ളവർക്കും എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം പകരുന്നതാണ്. പക്ഷെ അതെളുപ്പം നടക്കുന്നതല്ല. ചുറ്റുപാടും ഊരിട്ടാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ കൊച്ചു കൊച്ചു നന്മ മരങ്ങളാകണം. അല്ല ലോകം മാറില്ല. ഒരു സീറോ ബൾബിന് മുമ്പിൽ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അനേക സീറോ ബൾബ് ഒന്ന് ചേരുമ്പോഴും ഹാള് മുഴുവൻ പ്രകാശമാണ്. നമ്മുടെ സൃഷ്ടിയിൽ കാണുന്ന സകല ചരാചരങ്ങളും അത്ഭുതങ്ങളാണ്. അതിലേറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്. മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനും ചിന്തിക്കുകയും ചെയ്യാനുള്ള കഴിവും ഉണ്ടാകുന്നതാണ്. അപ്പം ആ നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയാനും അതുപോലെ നമ്മളതിന് അനുസരിച്ച് സ്വീകരിക്കാനുള്ള മനസ്സുള്ള മനുഷ്യൻ മാത്രമാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യൻ മാത്രമാണല്ലോ. ആ വിവേകബോധം ഉണർന്നാൽ നമുക്കുള്ളിൽ പുതിയൊരു സൂര്യോദയം ഉണ്ടാകും. അങ്ങനെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും. ലോകത്തിന് തകരാറൊന്നുമില്ല.